ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ജോബിന് ആളുകളെ സെലക്ട് ചെയ്യാനുള്ള എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ എക്സാമിന് കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാതെ പ്ലെയിൻ ആയാണ് കാണുന്നത്. അത് കാണുന്നതും അവിടെയുള്ളവരെല്ലാം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഇരിക്കുകയാണ്. എന്താണെന്നാൽ എക്സാം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അവരോട് 3 റൂൾസ് പറഞ്ഞിരുന്നു. ഒന്ന്, അവർക്ക് നൽകിയ ക്വസ്റ്റ്യൻ പേപ്പർ നശിപ്പിക്കരുത്. രണ്ടാമത്തേത്, അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയോടോ എക്സാമിനറോടോ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കരുത്. ഏറ്റവും അവസാനത്തേത്, എക്സാം കഴിയുന്നതുവരെ ആ മുറി വിട്ട് പുറത്തേക്ക് പോകരുത്. ഇതിൽ ഏതെങ്കിലും റൂൾസ് ബ്രേക്ക് ചെയ്താൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അങ്ങനെ അവർക്ക് പരീക്ഷ എഴുതാൻ 80 മിനിറ്റ് ടൈം കൊടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് എക്സാമിനർ. എന്താണ് അവിടെ നടക്കുന്നതെന്നറിയാതെ മിണ്ടാതിരിക്കുകയാണ് അവിടെയുള്ളവർ. എന്താണെന്നാൽ അയാളോട് സംസാരിക്കരുതെന്ന് സെക്കൻഡ് റൂളിൽ പറഞ്ഞിരുന്നു. സോ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് എംപ്റ്റി ആയിരിക്കുന്നതെന്ന് പോലും ചോദിക്കാനാവാതെ ഇരിക്കുകയാണ് അവർ. അങ്ങനെ എക്സാം ആരംഭിക്കുകയാണ്. എല്ലാവരും ടെൻഷനായിരിക്കുമ്പോൾ അതിലൊരാൾ അടുത്തുള്ള മറ്റൊരാളുമായി സംസാരിക്കുകയാണ്. എന്താണെന്നാൽ അവിടെയുള്ള മറ്റു കാൻഡിഡേറ്റ്സിനോട് സംസാരിക്കരുതെന്ന് റൂളിൽ പറഞ്ഞിട്ടില്ല. സോ അവർ പറഞ്ഞ റൂളിന് പുറമെ എന്ത് ചെയ്തും ആ എക്സാം വിൻ ചെയ്യാമെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഓരോരുത്തരും ആ പേപ്പറിൽ എന്ത് ക്വസ്റ്റ്യനാണ് എഴുതിയിരിക്കുന്നതെന്ന് കണ്ടെത്താനായി ഓരോ മാർഗങ്ങൾ നോക്കുകയാണ്. എന്നാൽ എല്ലാതും ഫെയിൽ ആവുകയാണ്. അങ്ങനെ ഓരോ ആളുകളായി റൂൾസ് തെറ്റിക്കുന്നതും അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ഏറ്റവും അവസാനം ഈ ലേഡി ഒരു പൊട്ടിയ കണ്ണട ഉപയോഗിച്ച് അതിൽ എന്ത് ക്വസ്റ്റ്യനാണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എക്സാമിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് എക്സാമിനർ ചോദിച്ചിരുന്നു. അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെയും ചോദ്യമെന്ന് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ എക്സാം ടൈം അവസാനിക്കുന്നതും എക്സാമിനർ അങ്ങോട്ട് വരുന്നു. അയാളോട് നോ എന്ന് ആൻസർ പറഞ്ഞ് ആ ലേഡി ജോബിന് സെലക്ട് ആവുകയാണ്.